ഗോർജ് എന്ന് പറഞ്ഞാൽ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിൽ കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ്, ഒരു പ്രത്യേകതയാണ് ഈ ഗോർജ് എന്ന് പറയുന്നത്. അതെല്ലാം ഈ ഗോർജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിവേഴ്സ് ആണ്. ഈ ഹിമാലയൻ റിവേഴ്സ് എല്ലാം ഒഴുകിപ്പോകുന്ന ഈ ഡീപ്പായിട്ടുള്ള ഐയുടെ ഷേപ്പിലായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ഗോർജിലൂടെയാണ് ഹിമാലയൻ റിവേഴ്സ് എല്ലാ നദികളും ഒഴുകിപ്പോകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോർജ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ് റിവർ ഒഴുകിപ്പോകുന്ന ബഞ്ചി ഗോർജ് ആണ്. അതിലാണ് ഹിമാലയത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ഗോർജ് ആണ്. ഏകദേശം 5.1 കിലോമീറ്റർ, അതായത് 5182 മീറ്ററോളം ഡെപ്ത് വരുന്ന ഒരു ഗോർജ് ആണ് ബഞ്ചി ഗോർജ്. അത് ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിൽ ലൊക്കേറ്റ്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ഹിമാലയൻ റീജിയൻ, ഇപ്പം നംഗ പർവ്വത് പീക്കിന്റെയൊക്കെ നോർത്തേൺ സൈഡിലായിട്ടാണ് ഈ ബഞ്ചി ഗോർജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ തന്നെ വേറെ നിരവധി ഗോർജസുകളുണ്ട്. ഇപ്പം ബ്രഹ്മപുത്ര റിവറിലും ഒരുപാട് ഗോർജസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഏകദേശം 3.5 കിലോമീറ്ററോളം 3500 മീറ്ററോളം ഡെപ്ത് വരുന്ന ഗോർജസും നമ്മളുടെ ഈ ബ്രഹ്മപുത്ര റിവറിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഈ ഗാഞ്ചസ് റിവേഴ്സിലും റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസിലും നിരവധി ഗോർജസുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇറോഷണൽ ആയിട്ടുള്ള, ഇപ്പൊ ഗോർജ് എന്ന് പറയുകയാണെങ്കിൽ ഇറോഷണൽ ആയിട്ടുള്ള ലാൻഡ് ഫോം ആണ്, ക്രിയേറ്റഡ് ബൈ ഹിമാലയൻ റിവേഴ്സ് ആണ്. പിന്നെ പെൻസിലാർ ഇന്ത്യയിലും നിരവധി ഗോർജസുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ പെൻസിലാർ ഇന്ത്യയിലുള്ള നദികൾ മിക്കതും ഒഴുകിപ്പോകുന്ന വി ഷേപ്പ്ഡ് വാലീസിലൂടെയാണ്. ഹിമാലയ റിവേഴ്സ് ഒഴുകിപ്പോകുന്ന ഹൈ ഷേപ്പ്ഡ് വാലിയായ ഗോർജസിലൂടെയാണ്. പക്ഷെ ചില പെൻസിലാർ റിവേഴ്സിൽ നമ്മൾ ഈ ഗോർജുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആയിട്ടുള്ള, അപ്പൊ ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകിപ്പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റിവറാണ് പെന്നേരു റിവർ, പെന്ന റിവർ. അപ്പൊ അതിൽ ഗാന്ധികൊണ്ട എന്നുള്ളൊരു ഗോർജ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതും UPSC എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്, മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഹിമാലയൻ മൗണ്ടെയ്ൻസിൽ ഗോർജസ് ഉള്ള ഫീച്ചർ ഉണ്ടോ എന്നും UPSCയുടെ പ്രിലിമിനറി എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, നിരവധി സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഗോർജിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാവേരി, പെൻസിലാർ ഇന്ത്യയിൽ കാവേരി റിവറിലും ഗോർജ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കർണാടക സ്റ്റേറ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ആ കാവേരി റിവറിലുള്ള ഗോർജ് എന്ന് പറയുന്നത്.